വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്നൊരു ഡേ ഔട്ട് വ്ളോഗാണ് വിത്ത് ഫാമിലി. ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് സമുദ്ര പാർക്കിലോട്ടാണ്. അതായത് വെള്ളാറാണ് കേട്ടോ സമുദ്ര പാർക്ക്. കോവളത്തിന് മുന്നേ ഉള്ള വെള്ളാർ എന്ന് പറയുന്ന സ്ഥലത്ത്. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ദ ഫേമസ് താജ് ഗ്രീൻ കോവ് റിസോർട്ടിൻ്റെയും ഉദയ റിസോർട്ടിൻ്റെയും അടുത്തുള്ള സമുദ്ര പാർക്ക്. അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടാണ് അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അനിയത്തിയും കുഞ്ഞമ്മയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവരെയും പിക്കപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോണ വഴിക്ക് അതും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ സാൽവാഡൈൻ, ട്രിവാൻഡ്രം വെള്ളയമ്പലത്തുള്ള സാൽവാഡൈനിലാണ് കേട്ടോ പോയത്. അവിടെ കുറേ കോംബോ ഓഫേഴ്സൊക്കെ അവൈലബിൾ ആയിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷവായും പൊറോട്ടയാണ്. എനിക്കെന്തോ ഈ സാൽവാഡൈനിലുള്ള ഷവായ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വർഷങ്ങളുണ്ട് എനിക്ക് അവിടുത്തെ ഷവായ് ഭയങ്കര ഇഷ്ടമാണ്. മുൻപ് ഓഫീസിൽ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രണ്ടിലാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ ബസ്സുകാർക്ക് നിൽക്കുമ്പോൾ ഇവിടെ നിന്നുള്ളൊരു ഒരു മണം അടിക്കുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെ വാങ്ങിച്ചിട്ടേ പോകാറുണ്ടായിരുന്നുള്ളൂ. എന്തോ എനിക്ക് വേറെ ഒരു സ്ഥലത്തെ ഷവായോട് ഇത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടില്ല. പക്ഷേ സാൽവാഡൈനിലെ ഷവായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മസ്റ്റ് ട്രൈ ആട്ടോ. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും ഷവായും അതേപോലെ ചിക്കൻ നൂഡിൽസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ കുഞ്ഞമ്മ അനിയത്തി ഒന്നും കഴിച്ചില്ല. അവർ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അവർക്ക് ഷേക്ക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷേക്ക് വന്നു കേട്ടോ. ഇതിൽ ഞാനൊരു കാലിഫോർണിയ ഷേക്ക് ആട്ടോ മേടിച്ചത്. കാലിഫോർണിയ ഷേക്ക്, പിന്നെ ഒരു കൂൾ ബ്ലൂ, കാശിക്ക് ഒരു കൂൾ ബ്ലൂ മേടിച്ചായിരുന്നു. പിന്നെ സ്ട്രോബെറി ഷേക്ക്, ധ്രുവന് സ്ട്രോബെറി ഷേക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അനിയത്തി അതാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ സ്ട്രോബെറി ഷേക്ക് അത് കണ്ടപ്പോൾ ഉള്ള സന്തോഷം കേട്ടോ ധ്രുവൻ്റെ ഇത്. പിന്നെ ഒരു അൽഫോൺസ് മാംഗോ ഷേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാലിഫോർണിയ ഷേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ അവിടെ ഒരു ഡിസ്പ്ലേ കണ്ടിട്ടാണ് ഇത് ഓർഡർ ചെയ്തത്. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. നല്ലൊരു ടേസ്റ്റായിരുന്നു. ഡേറ്റ്സും അതുപോലെ തന്നെ കാഷ്യും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഇതായിരുന്നു. കാഷ്യും നട്ട്സും അങ്ങനെ ഒരുപാട് നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഷേക്കായിരുന്നു. കൊള്ളായിരുന്നു. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് സമുദ്ര പാർക്കിലോട്ടാണ്. ആക്ച്വലി സമുദ്ര പാർക്കിൽ ലേറ്റായല്ലോ. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും തന്നെ ഒരു 4 ഒക്കെ ആയിരുന്നു. അപ്പം പക്ഷെ ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ. റോഡിലൊക്കെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഇത് മൺഡേ എടുത്ത വ്ളോഗാണ് കേട്ടോ. മൺഡേ ആണ് അനുവിന് ഓഫ് ഉള്ള ഡേ. അങ്ങനെ മൺഡേ എടുത്ത വ്ളോഗാണ്. അപ്പം സമുദ്രയിലോട്ട് പാർക്കിലോട്ട് പോകാൻ നേരത്ത് റഷ് ഇല്ലാത്ത റോഡ് നോക്കി പോയപ്പോഴത്തേക്ക് എല്ലായിടത്തും റഷ്. ആക്ച്വലി ഇതിന് മുന്നേ അനു റഷ് ഇല്ലാതെ ഇങ്ങനെ ചുറ്റിയൊക്കെ വന്നതാണ്. പക്ഷേ എവിടെ വന്നാലും നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അങ്ങനെ പോയതാ. ഇത് എൻ്റെ അപ്പൂപ്പൻ പഠിച്ച സ്കൂളാട്ടോ. അമ്മയൊക്കെ അത് കണ്ടപ്പം പറഞ്ഞു ഇത് എൻ്റെ അച്ഛൻ പഠിച്ച സ്കൂളാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ റഷ് ഇല്ലാത്ത റോഡ് നോക്കാൻ വേണ്ടിയിട്ട് അനു ഗൂഗിൾ വെച്ചായിരുന്നു. പക്ഷെ ഗൂഗിൾ വെച്ചപ്പോഴും അനുവിന് അബദ്ധമാണ് പറ്റിയത് കേട്ടോ. ഹലോ ഗൈസ്, അച്ഛൻ കോവളത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ട്രിവാൻഡ്രം മൊത്തം ചുറ്റി കാണിച്ചു. പ്ലീസ് റെക്കമെൻഡ് ബിലോ. നമുക്ക് വിഴിഞ്ഞത്ത് പോവാം. കോവളത്ത് പോവാം. എന്തായാലും സൺസെറ്റ് തോടെ നിപ്പുണ്ട്. മിക്കവാറും ആവും. സൺസെറ്റ് ആയില്ലനും. ഇവിടെ സൺസെറ്റ് കാണാൻ ഇത് നമ്മുടെ സിറ്റി റൈഡ് ബസ് ഇല്ലേ ലച്ചു? അതായത് മറ്റേ 200 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് നമ്മൾ എല്ലായിടത്തും കൊണ്ട് കാണിക്കൂലേ? അല്ലല്ലോ, നീ അനന്തപുരം ഹോസ്പിറ്റൽ കണ്ടിട്ടില്ലല്ലോ? അനുചേട്ടാ അതും കാണിച്ചു തരും. ഇപ്പൊ വെയിറ്റ് ഒരു കോവളത്ത് പോകാൻ വേണ്ടി നമ്മൾ 4:30 വണ്ടി കയറിയതാണ്. ട്രിവാൻഡ്രം സിറ്റി മൊത്തം കാണിച്ചിട്ടുണ്ട്. അതെ അതെ, കോവളത്തെത്തിയില്ല, ബൈപ്പാസ് എത്തി. ഈഞ്ചക്കലെത്തിയത് നാഷണൽ ഹൈവേയിലെത്തി. അപ്രീഷിയേറ്റഡ്.
took our speed. We are going. Driver of the year. Very speed. അല്ലാസ് നമ്മൾ സമുദ്ര പാർക്കിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു ഫേമസ് ആയിട്ടുള്ളൊരു പാർക്കാട്ടോ ഇപ്പോൾ ട്രിവാൻഡ്രത്ത്. അത്യാവശ്യം ഷൂട്ടൊക്കെ നടക്കുന്ന ഒരു പാർക്കും കൂടിയാണ്. നമ്മൾ പോയപ്പോഴും അവിടെ സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് സീരിയൽസിലൊക്കെ ഇപ്പോൾ ഈ പാർക്ക് കാണിക്കുന്നുണ്ട്. പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു പാർക്കാട്ടോ. അതേപോലെ നല്ലൊരു വ്യൂ ആണ്. നമ്മൾ ഈ കയറി ചെന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു സീ വ്യൂ ആണ്. പിന്നെ നമ്മളിവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് പിൻ ചെയ്തേക്കാവേ. പിന്നെ ഗൈസ്, എനിക്കിതിൽ പറ്റിയൊരു അബദ്ധമാട്ടോ. എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം ഇതിൻ്റെ, അതായത് ഞാൻ എടുത്ത രീതി ശരിയായില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ സെക്കൻഡ് ടൈമായി വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ ഞാൻ നോർമലി എടുക്കുമ്പോൾ അങ്ങ് എടുത്തു. പിന്നെ മനസ്സിലായത് ഷോർട്ടിനും അതേപോലെ തന്നെ യൂട്യൂബിനൊക്കെ ഓരോ റേഷ്യോ ഉണ്ട്. 16:9 എന്നും 9:16 റേഷ്യോ ഒക്കെ ഉണ്ടെന്നുള്ളത്. ഗൈസ്, ഇത് എന്നോട് ക്ഷമിക്കുക. പിന്നെ തെറ്റിന്നാണല്ലോ നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വ്ളോഗ് മുതൽ ശരിയാക്കാം കേട്ടോ. അങ്ങനെ ഇത് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ നല്ലൊരു സീയുടെ ഒരു നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. അതേപോലെ അവിടെ ഒരുപാട് ഹോട്ടൽസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് ഈ വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ ഒരു പ്രത്യേക വൈബായിരിക്കും കേട്ടോ ഗൈസ്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ ഈ പുറകെ കാണുന്നത് ലീല കേട്ടോ, ഹോട്ടൽ ലീല കോളോ ആണ്. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ വ്യൂ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. കാരണം പിള്ളേരും കൂടെ ഉള്ളത് കൊണ്ട് മഴ നനഞ്ഞാൽ ഇനിയൊരു പ്രശ്നമാവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും അത്യാവശ്യം ലൈറ്റ്സൊക്കെ പോയി തുടങ്ങി. ഒരു 6:30-7 മണി ആവാറായി കേട്ടോ. അതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നെക്സ്റ്റ് നമ്മൾ എങ്ങോട്ടാണെന്നല്ലേ, നെക്സ്റ്റ് നമ്മൾ വിഴിഞ്ഞം പോകണം. അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വിഴിഞ്ഞത്തൊന്ന് പോകണമെന്നുള്ളത്. അത് അവൾ ഏതോ ഒരു റീൽസിൽ അവിടുത്തെ ഇഫ്താർ ഹോട്ടലിൽ നിന്ന് നല്ല മീൻമുട്ട കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത് ട്രൈ ചെയ്യാൻ വേണ്ടി പോവായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ വിഴിഞ്ഞത്തോട്ട് പോവാം കേട്ടോ. കോവളത്തിൽ നിന്ന് വിഴിഞ്ഞം പോകുന്ന റൂട്ടാണ്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ട്രിവാൻഡ്രത്തുള്ളവർക്ക്. ഇതങ്ങനെ ഇഫ്താർ എത്തി. അങ്ങനെ ഇഫ്താർ ഹോട്ടലെത്തി. ഞാൻ അവിടെ കയറി വാങ്ങിക്കുന്ന വ്ളോഗൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ പിന്നെ അവിടെയും ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ വ്ളോഗൊന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മീൻമുട്ടയെ മേടിച്ചുകൊണ്ട് പിന്നെ വരുന്ന വഴിക്ക് നമ്മുടെ ട്രിവാൻഡ്രം വഴുതയ്ക്കാടുള്ള മിലാനോയിലും കയറി കേട്ടോ. ഇതും ഒരു ട്രെൻഡിങ് റീൽസൊക്കെ കണ്ടിട്ട് ഞാൻ കയറിയതാണ്. അവിടെ ഒരുപാട് ഗലാറ്റോ ഐസ്ക്രീംസും പോപ്സിക്കിൾസും അതേപോലെ തന്നെ ടാർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐസ്ക്രീം ഷോപ്പാണ് കേട്ടോ. ഗലാറ്റോ ഫ്ലേവേഴ്സാണ്, ഫ്രൂട്ടി ഗലാറ്റോ ഫ്ലേവേഴ്സാണ്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ട്രോബെറി ടാർട്ടും അതേപോലെ തന്നെ മാംഗോ ടാർട്ടുമാണ്. മാംഗോ ടാർട്ട് പേഴ്സണലി എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം അതിൻ്റേതായിട്ടുള്ളൊരു സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ സ്ട്രോബെറി ടാർട്ട് സംഭവം മോന് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ സ്ട്രോബെറിയുടെ പുളിപ്പ് എനിക്കെന്തോ അത്രയ്ക്ക് പറ്റാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മാംഗോ ടാർട്ട് നന്നായിരുന്നു. അതിൽ ക്രീമും അതേപോലെ തന്നെ ആ ബേസിൻ്റെ ഒരു ക്രഞ്ചിനെസ്സും എല്ലാം കൂടെ കൊള്ളായിരുന്നു. ഇത് അതേപോലെ മാംഗോ പെപ്സിക്കിൾസ് ആട്ടോ. മാംഗോ പെപ്സിക്കിളും കൊള്ളാം, നല്ല ടേസ്റ്റി ആയിരുന്നു. 130 റുപ്പീസ് ആട്ടോ മാംഗോ പെപ്സിക്കിൾസിന്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റാ ബൈ ബൈ സി.